നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മനുഷ്യൻ എത്ര ക്രൂരനാണ് എന്നൊരിക്കൽ കൂടി തെളിയിക്കുന്ന ഒരു സംഭവമാണ് കോഴിക്കോട് കക്കോടിയിൽ നടന്നത്. ഒന്നിച്ച് ആത്മഹത്യ ചെയ്യാം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയ ഒരു യുവതിയെ 2 കുരുക്കുകൾ തയ്യാറാക്കുന്നു. ഒരു കുരുക്കിലേക്ക് യുവതിയുടെ തല കയറ്റി, അടുത്ത കുരുക്കിലേക്ക് താൻ തല കോർക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ യുവാവ് കുരുക്കിട്ട് നിന്ന യുവതിയെ സ്റ്റൂൾ തട്ടിമാറ്റി ആ കുരുക്കിൽ തൂങ്ങിയാടാൻ നിർബന്ധിതയാക്കുന്നു. യുവതിയെ സ്റ്റൂൾ തട്ടിപ്പറിച്ച് ഇയാൾ കൊലപ്പെടുത്തുമ്പോൾ യാതൊരുവിധ ഭാവവ്യത്യാസങ്ങളുമില്ലാതെ പിന്നീട് വൈശാഖൻ എന്ന 35-കാരനായ ക്രൂര കൊലയാളി ചെയ്തു കൂട്ടിയത് നമ്മുടെ മനസ്സാക്ഷിയെ നടുക്കിക്കളയും. സ്നേഹത്തിൽ പൊതിഞ്ഞ വലിയ വിശ്വാസവഞ്ചനയാണ് അയാൾ നടത്തിയത്. ചെറിയ പ്രായം മുതൽ ഈ യുവതിയുമായി പരിചയത്തിലായിരുന്നു വിശാഖൻ. പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ അവളെ ലൈംഗികമായി ഉപയോഗിച്ചു. ഭാര്യ സഹോദരിയുടെ സ്ഥാനത്തുള്ള ഒരു ഒറ്റ ബന്ധുവാണ് ആ യുവതി. ഈ യുവതിയുമായി വർഷങ്ങളായി ബന്ധം തുടർന്നിരുന്നു വൈശാഖൻ. അടുത്ത കാലത്ത് തന്നെ വിവാഹം കഴിക്കണമെന്ന് യുവതി വാശി പിടിച്ചു. വിവാഹിതനായ പ്രതിക്ക് യുവതിയുടെ ഈ ആവശ്യം അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. യുവതിയുമായുള്ള ബന്ധം ഭാര്യ അറിയുമോ എന്ന ഭയം. താൻ വിവാഹിതനായതുകൊണ്ട് ഇനി മറ്റൊരു വിവാഹം കഴിക്കാൻ കഴിയില്ല, അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മരിക്കാം എന്നാണ് യുവതിയോട് ഇയാൾ പച്ചക്കള്ളം പറഞ്ഞത്. എനിക്ക് യുവതിയെ വിട്ടുപിരിഞ്ഞ് ഒരു ജീവിതം വേണ്ട എന്നൊക്കെ യുവതിയെ പറഞ്ഞ് ധരിപ്പിച്ചു. യുവതിയാണ് തന്നോട് ആദ്യം ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞത്. ആത്മഹത്യ ചെയ്യും എന്ന് യുവതി തന്നെ ഭയപ്പെടുത്തിയപ്പോൾ നിന്നെ വിട്ടുപിരിഞ്ഞ് ഒറ്റയ്ക്ക് ജീവിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് വൈശാഖൻ അവളോട് പറഞ്ഞു. ഒരുമിച്ച് ജീവൻ അവസാനിപ്പിക്കാൻ വൈശാഖൻ അവളോട് പറയുകയും അത് വിശ്വസിച്ച് ആ യുവതി അവൻ്റെ വർക്ക്ഷോപ്പിലെത്തുകയും ചെയ്തു. 24-ാം തീയതി ഉച്ചയോടെ മാളിക്കടവിൽ വൈശാഖന്റെ ഉടമസ്ഥതയിലുള്ള വർക്ക്ഷോപ്പിലേക്ക് അവൾ വന്നു. പിന്നീടാണ് ഇരുവരും 2 സ്റ്റൂളുകളിൽ കയറി നിന്നത്. യുവതി ആദ്യം കുരുക്കിട്ടു. പെട്ടെന്ന് വൈശാഖൻ താഴേക്ക് ചാടി സ്റ്റൂൾ തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു. എലത്തൂരിലെ ആ യുവതിയുടെ മരണത്തിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. യുവതിയെ തന്ത്രപൂർവ്വം വിളിച്ചു വരുത്തി അയാൾ കെണിയിൽപ്പെടുത്തി. ഭയാനകമാണ് പ്രതിയുടെ ക്രൂരകൃത്യത്തിന്റെ സ്വഭാവം. മൃതദേഹം തൂങ്ങിക്കിടക്കുമ്പോഴും പിന്നീട് കയറിൽ നിന്ന് നിലത്തിറക്കി കിടത്തിയപ്പോഴും ഇയാൾ ആ മൃതദേഹത്തെ ബലാത്സംഗം ചെയ്തു. വിവാഹം കഴിഞ്ഞ് കുടുംബവുമൊത്ത് ജീവിക്കുന്നതിനിടയിലാണ് യുവതിയുമായി ഇയാൾ വലിയ ബന്ധം സ്ഥാപിക്കുന്നത്. പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ യുവതിയെ പലവട്ടം പ്രതി ലൈംഗികമായി ദുരുപയോഗം ചെയ്തു. എന്നാൽ പിന്നീട് ഇരുവരും തമ്മിലുള്ള സ്വകാര്യ ദൃശ്യങ്ങൾ യുവതി ചിത്രീകരിച്ചു. കഴിഞ്ഞ കുറെ കാലമായി ഇവരുടെ ബന്ധത്തിൽ പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. തന്നെ വിവാഹം കഴിക്കുന്നില്ല എങ്കിൽ ഈ ദൃശ്യങ്ങൾ യുവാവിന്റെ ഭാര്യയെ കാണിക്കുമെന്ന് യുവതി ഭയപ്പെടുത്തി. ഇതേ തുടർന്നാണ് അയാൾ ക്രൂര കൊലപാതകം നടത്തിയത് എന്ന് പോലീസിനോട് തുറന്നു പറയുന്നു. വീട്ടുകാരറിഞ്ഞാൽ പ്രശ്നമാണ്, ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല, ഒന്നിച്ച് ജീവിക്കാനാകില്ല എങ്കിൽ ഒന്നിച്ചു മരിക്കാം എന്ന് പറഞ്ഞ് യുവതിയെ താൻ വിളിച്ചു വരുത്തിയെന്നിയാൾ പോലീസിനോട് സമ്മതിച്ചു. മൃതദേഹം തൂങ്ങിക്കിടന്ന സമയത്തും പിന്നീട് കെട്ടഴിച്ച് നിലത്ത് കിടത്തിയപ്പോഴും ഇയാൾ മൃതദേഹത്തെ ബലാത്സംഗം ചെയ്തു എന്ന് പോലീസിനോട് തുറന്നു പറഞ്ഞതാണ് പോലീസിനെ പോലും ഞെട്ടിച്ചു കളഞ്ഞത്. പിന്നീട് പ്രതി ഭാര്യയെ ഫോണിൽ വിളിച്ച് എത്രയും പെട്ടെന്ന് വർക്ക്ഷോപ്പിലെത്താൻ ആവശ്യപ്പെട്ടു. തുടർന്ന് പ്രതിയും ഭാര്യയും ചേർന്ന് ഇയാളുടെ തന്നെ കാറിൽ കയറ്റി ആശുപത്രിയിലേക്ക് എത്തിച്ചു. വർക്ക്ഷോപ്പിൽ യുവതിയെ കൊലപ്പെടുത്തുന്നതും തുടർന്ന് ബലാത്സംഗം ചെയ്യുന്നതും പിന്നീട് കാറിലേക്ക് വലിച്ചു കയറ്റുന്നതുമൊക്കെ അവിടുത്തെ CCTVയിൽ പതിഞ്ഞു. ആശുപത്രിയിൽ വെച്ച് മരണം സ്ഥിരീകരിക്കുന്നു. യുവതി ആത്മഹത്യ ചെയ്തതാണ് എന്ന് ആശുപത്രിയും വിലയിരുത്തി. എന്നാൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർക്ക് ചില സംശയം. മൃതദേഹത്തിൽ കണ്ട ചില മർദ്ദനത്തിന്റെ പാടുകൾ, ശരീരത്തിലെ മുറിവുകൾ, യുവതിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവുകൾ പറ്റിയിരിക്കുന്നത് ഡോക്ടർമാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ക്രൂര കൊലപാതകത്തിന്റെ ചുരുൾ നിവരുന്നത്. യുവതി മരിച്ചു എന്നുറപ്പാക്കിയതിനു ശേഷമാണ് ഇയാൾ വിവരം പുറത്തു പറഞ്ഞത്. തന്റെ ഭാര്യയെ ഫോണിൽ വിളിച്ചതും യുവതി മരിച്ചു എന്നുറപ്പിച്ചതിന് ശേഷം യുവതിയെ തന്റെ വർക്ക്ഷോപ്പിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടുവെന്നാണ് ഇയാൾ ഭാര്യയോട് പറഞ്ഞത്. എന്നാൽ വർക്ക്ഷോപ്പിന് തൊട്ടടുത്തുള്ളവർക്കൊക്കെ തുടക്കം മുതൽ സംശയങ്ങൾ. യുവതി ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിട്ടും ആർക്കും ഒരു സംശയത്തിനും ഇട നൽകാത്ത വിധമുള്ള വൈശാഖന്റെ ഇടപെടലുകൾ തന്നെയായിരുന്നു അയൽക്കാരിൽ സംശയം വിതച്ചത്. ഇരുവരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നേരത്തെ തന്നെ നാട്ടുകാർക്കിടയിൽ സംസാരമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതിയോടുള്ള വൈരാഗ്യം കൊണ്ടാവാം യുവതി
വൈശാഖന്റെ ജോലിസ്ഥലത്തെത്തി ആത്മഹത്യ ചെയ്തത് എന്ന് നാട്ടുകാരും കരുതി. യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം വർക്ക്ഷോപ്പിലേക്ക് പാഞ്ഞുവന്ന് ഹാർഡ് ഡിസ്ക് നശിപ്പിക്കുകയായിരുന്നു ഇയാളുടെ ലക്ഷ്യം. എന്നാൽ കേസിന്റെ തുടക്കത്തിൽ തന്നെ ചില അയൽക്കാർ പോലീസിനെ വിളിച്ച് സംശയങ്ങൾ പറഞ്ഞു. ദുരൂഹത തോന്നിയ പോലീസ് ഉടൻ തന്നെ സ്ഥാപനം തെളിവെടുപ്പിനായി സീൽ ചെയ്തു. അതുകൊണ്ട് തന്നെ പ്രതിക്ക് CCTV ഹാർഡ് ഡിസ്കിലുള്ള ദൃശ്യങ്ങൾ നശിപ്പിക്കാൻ കഴിഞ്ഞില്ല. CCTV ദൃശ്യങ്ങളും യുവതിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ചില കണ്ടെത്തലുകളുമാണ് കേസന്വേഷണത്തിൽ ഏറെ നിർണായകമായത്. തുടർന്ന് വൈശാഖനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. തത്ത പറയുന്നത് പോലെ നടന്നതൊക്കെ വൈശാഖൻ പോലീസിനോട് പറഞ്ഞു. ഒന്നും തുറന്നു പറയാതിരിക്കാൻ വൈശാഖനും കഴിയില്ല. എല്ലാത്തിനും തെളിവായി ആ CCTV കണ്ണുകൾ. ടൗൺ ACP TK അഷ്റഫിന്റെ മേൽത്തോട്ടത്തിൽ എലത്തൂർ ഇൻസ്പെക്ടർ KR രഞ്ജിത്ത് നടത്തിയ തുടരന്വേഷണത്തിലാണ് ഇപ്പോൾ പ്രതിയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. SI മാരായ സഗത്, VT ഹരീഷ് കുമാർ, ബിജു, പ്രജുകുമാർ, ASI ബിജു, SCP മാരായ പ്രശാന്ത്, രൂപേഷ്, നിഖിലേഷ്, വൈശാഖ്, മധുസൂദനൻ, സ്നേഹ എന്നിവരൊക്കെയാണ് അന്വേഷണ സംഘത്തിലുള്ളത്. വർഷങ്ങളായി വൈശാഖനും യുവതിയും തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്ന് പോലീസ് വിശദീകരിച്ചു. ചെറിയ കാലം മുതൽ തന്നെ വൈശാഖൻ ആ യുവതിയെ ലൈംഗികമായി ഉപയോഗിച്ചിരുന്നു. പ്രണയം നടിച്ച് ഇയാൾ പെൺകുട്ടിയെ പലതവണ പീഡിപ്പിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. പോക്സോ വകുപ്പ് ഉൾപ്പെടെ ചേർത്താണ് ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നതും. വർക്ക്ഷോപ്പിലെ CCTV ദൃശ്യങ്ങൾ തന്നെയാണ് കേസ് തെളിയിക്കാൻ പോലീസിന് തുമ്പായി മാറിയത്. വെറുമൊരു ആത്മഹത്യയായി അവസാനിക്കുമായിരുന്ന ഒരു ക്രൂര കൊലപാതകം. വൈശാഖൻ എന്ന പ്രതി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.